ഹായ്, സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ബ്രോക്കോളി വെച്ചിട്ടുള്ളൊരു സലാഡാണ് ചെയ്യാൻ പോകുന്നത്. കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ബ്രോക്കോളി കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ എനിക്കിവിടെ ഒരു കടയിൽ നിന്ന് ചെറിയൊരു ബ്രോക്കോളി കിട്ടി. 40 രൂപയുള്ളൂ കേട്ടോ ഇത്. അപ്പോൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് നല്ല റേറ്റ് ഉണ്ടാവാറുണ്ട്, അപ്പോൾ വാങ്ങാറില്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ഞാൻ സ്വീറ്റ് കോണും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കോളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കോളിഫ്ലവറൊക്കെ മുറിക്കുന്ന പോലെ തന്നെയാണിത്. ഇതിൻ്റെ തണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതളകളായിട്ട് അടർത്തിയെടുക്കാൻ പറ്റും. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഫൈബർ റിച്ച് ആണ്. ഇത് കൊളസ്ട്രോൾ BP ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും വിളർച്ചയൊക്കെ തടയുന്നതിനും വളരെ നല്ലതാണ് കേട്ടോ ബ്രോക്കോളി. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഇതളുകളായിട്ട് അടർത്തിയെടുക്കാം. നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്വീറ്റ് കോൺ ഇല്ലേ, അതിൻ്റെ ഈ മണികളൊക്കെ ഒന്ന് അടർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. ഇതും നമുക്ക് എല്ലാ കടകളിലും കിട്ടാറുണ്ട്. അപ്പം ഇതിൻ്റെ മണികളൊക്കെ അടർത്തിയെടുത്തിട്ട് അതും ഒരു ക്യാരറ്റും ഒരു സവാളയും ഒരു തക്കാളിയും എല്ലാം കൂടെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കാം. നമുക്കൊരു പാനിലേക്ക് നമ്മുടെ ബ്രോക്കോളിയും സ്വീറ്റ് കോണും കൂടെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പാനിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീണ്ടും അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യൊന്നും വേണ്ട, നമുക്കിതൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കോളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ഒരു നുള്ള് ഗരം മസാല ചേർത്താലും മതിയാവും. നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കണമെന്നേ ഉള്ളൂ. ഇപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ അമർത്തണേ. താങ്ക്